Good morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 0 to 2 pi dx by 1 plus e raised to sin x. ഇത് 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. നമുക്ക് ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രോപ്പർട്ടി ഏതാണ്? ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ 0 to a f of a minus x dx. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ 0 to a f of a minus x dx. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോവുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലെറ്റ് I is equal to 0 to 2 pi dx divided by 1 plus e raised to sin x. ഇതിന് ഇക്വേഷൻ ആണെന്ന് കൊടുക്കും. തന്നിരിക്കുന്ന പ്രോബ്ലത്തെ I എന്ന് കൊടുക്കും. Also I is equal to നമുക്ക് എങ്ങനെ എഴുതാം? 0 to 2 pi dx divided by 1 plus e raised to sin x എന്ന് പറയുന്നത് എന്ത് കൊടുക്കണം? a minus x. ഇവിടെ a എന്താണ്? 2 pi ആണ്. 2 pi minus x. That is equal to 0 to 2 pi dx divided by 1 plus e raised to sin 2 pi minus x. നമുക്കറിയാം, കണ്ടോ, ഇത് a s t c. എന്താണ് a? for all trigonometric ratios will be positive in the first quadrant. Sin and cosec will be positive in the second quadrant. Tan and cot will be positive in the third quadrant. Cos and sec will be positive in the fourth quadrant. All other trigonometric ratios in respective quadrant will be negative. അപ്പോൾ ഇവിടെ ഇത് 2 pi minus x എവിടെ വരും? ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. ഫോർത്ത് ക്വാഡ്രന്റ് വന്നാൽ സൈൻ എന്താണ്? സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? e raised to sin 2 pi minus x എങ്ങനെ എഴുതാം? minus sin x. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? dx by 1 plus e raised to minus sin x നെ 0 to 2 pi dx divided by 1 plus 1 by e raised to sin x എഴുതാം. കാരണം എന്താണ്? x raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by x ആണ്. അപ്പോൾ e raised to minus sin x നമുക്ക് എങ്ങനെ എഴുതാം? 1 by e raised to sin x. This is equal to integral 0 to 2 pi dx divided by 1 plus ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to sin x plus 1 by e raised to sin x. e raised to sin x മുകളിലോട്ട് കയറുമ്പോൾ 0 to 2 pi e raised to sin x dx divided by 1 plus e raised to sin x. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം കൂടി കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2i is equal to 0 to 2 pi dx divided by 1 plus e raised to sin x plus 0 to 2 pi e raised to sin x dx divided by 1 plus e raised to sin x. അങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ രണ്ടിലും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് ഇത് എന്ത് എഴുതാം? 0 to 2 pi 1 plus e raised to sin x by 1 plus e raised to sin x dx. കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ന്യൂമറേറ്റർ മാത്രം കൂട്ടി 1 plus e raised to, ഇവിടെ 1 ഉണ്ട്, ഇവിടെ e raised to sin x ഉണ്ട്. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി എന്താണ്? the answer will be നമ്മുടെ ആൻസർ 2i is equal to നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to 2 pi ഈ 1 plus e raised to sin x ഉം 1 plus e raised to sin x വെട്ടി കഴിയുമ്പോൾ dx എന്ന് കിട്ടും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. അപ്പർ ലിമിറ്റ് 2 pi ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 2 pi minus 0, 2i is equal to pi വരും. therefore i is equal to pi വരും. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിന്റെ ആൻസർ എന്താണ്? 0 to pi. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 0 to 2 pi dx divided by 1 plus e raised to sin x ന്റെ ആൻസർ എന്താണ്? ആൻസർ pi എന്നാണ്. നോട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ 0 to 2 pi dx by 1 plus e raised to sin x ന്റെ ആൻസർ എന്താണ്? ആൻസർ വിൽ ബി pi എന്നാണ് ആൻസർ. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണെന്ന് കൃത്യമായിട്ട് ഓർത്തെടുക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോളൂ. ഇത് 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ് കേട്ടോ.
2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവസാനം നമുക്ക് ആൻസർ എന്താ കിട്ടിയേ? 0 to 2 by dx by 1 plus e raised sin x എന്ന് പറഞ്ഞാൽ ആൻസർ വിൽ ബി പൈ എന്നാണ് ആൻസർ കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് വരാനും ചോദിക്കണം. നമ്മൾ ഐ എന്നുള്ളത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതി, ആൾസോ ഐ എഴുതിയത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം നമ്മൾ ഇത് ഇങ്ങനെ എഴുതുന്നു, അതിനെ താഴേക്ക് എടുക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, അപ്പൊ ഈ sin x മുകളിൽ വരുന്നു. അതിനുശേഷം ഈ രണ്ട് ഐയുടെയും കൂട്ടിക്കഴിയുമ്പോൾ 1 plus e raised sin x ഉം 1 plus e raised sin x വെട്ടിപ്പോകുന്നു. അപ്പൊ നമുക്ക് അത് ഇന്റഗ്രേറ്റ് എളുപ്പമായി. അപ്പോൾ ഇന്റഗ്രേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് 2π കിട്ടി, 2i = π കിട്ടി, അപ്പൊ i = π കിട്ടി. ഓക്കെ, എഴുതിയെടുത്തല്ലോ അല്ലേ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം. Next problem. Next problem ആണ് integral x² divided by x² plus 1 into 3x² plus 4. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഇതെന്ന് ചോദിച്ചതാണ് 2022 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. 2022 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ഒരു പോളിനോമിയലാണ്, ഡിനോമിനേറ്ററും ഒരു പോളിനോമിയലാണ്. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്റർ ഡിഗ്രിയേക്കാളും കുറവാണ്. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അങ്ങ് ഫാക്ടറൈസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് വി ക്യാൻ അപ്ലൈ ദി ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. x² divided by x² plus 1 into 3x² plus 4. ഇതിനെ എങ്ങനെ എഴുതാം? ax plus b by x² plus 1 plus cx plus d by 3x² plus 4. ഇവിടെ നമുക്ക് x² ആയതുകൊണ്ടാണ് നമ്മൾ ax plus b by x² plus 1, ഇവിടെ cx plus d by 3x² plus 4. ഇനി ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിനോമിനേറ്റർ ഗുണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? x² is equal to ax plus b into 3x² plus 4 plus cx plus d into x² plus. ഇത് നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒന്നും നടക്കില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഹൈയസ്റ്റ് ഓഫ് ടൈലിന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. കമ്പയറിംഗ് the coefficients of x cube on both sides. രണ്ട് വശത്തുമുള്ള x ക്യൂബിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. ഇവിടെ എന്താണ്? ax plus b into 3x² plus 4. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ax into 3x². അപ്പൊ 3ax ക്യൂബ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? 3a. അപ്പൊ x ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ വരുന്നത് 3a. ഇവിടെ വരുന്നതോ cx into x². അപ്പൊ ഇവിടെ വരുന്നത് 3a. അപ്പൊ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് x² ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോഴോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ ax into x ക്യൂബ് ആണ്, ax into 4b. അപ്പൊ 3b എന്ന് വരും. കണ്ടോ? ഇവിടെ x² ന്റെ കോഎഫിഷ്യന്റ് 3b എന്നാണ്. അടുത്തതിൽ എന്ത് വരും? cx d, ഈ 3b plus d. ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. രണ്ടാമത്തേൽ നമുക്ക് എന്ത് കിട്ടി? 1 is equal to 3b plus d കിട്ടി. ഇനി മൂന്നാമത്തെ കമ്പയർ ചെയ്യുന്ന കോഎഫിഷ്യൻസ് ഓഫ് x. Comparing the coefficients of x. x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വന്നെ? ax into 3x² 4a. ഇവിടെ എന്താ വന്നെ? cx plus c. ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് x is equal to 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോഴോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ 4b. ഇവിടെ എന്താ വന്നെ? d. ഇക്വേഷൻ 4. ഇങ്ങനെ 4 ഇക്വേഷൻസ് കിട്ടും. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. ഈ 4 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വില കിട്ടും. ആ ഇക്വേഷൻ ഏതാണ്? 4a plus c is equal to 0യും അതുപോലെ 3a plus c is equal to 0.
നമ്മൾ കുറച്ച് കഴിയുമ്പോൾ a is equal to 0 വരും. a 0 ആണെങ്കിൽ c യും 0 ആണ്. അപ്പൊ a യും c യും 0 എന്ന് കിട്ടും. രണ്ടാമത്തെ കേസ് എന്താണ്? 4b plus d is equal to 0. അതുപോലെ 3b plus d is equal to 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ b is equal to നമുക്ക് 1 വരും. b is equal to 4b into 3 minus 1. Therefore d സമം എത്രയാണ്? 1 minus 3b. Therefore 1 minus 3 into minus 1, that is equal to 4. അപ്പോൾ d യുടെ വാല്യൂ എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ ചെയ്തപ്പോ a യുടെയും b യുടെയും c യുടെയും d യുടെയും വാല്യൂ കിട്ടി. a എന്ത് കിട്ടി? 0 കിട്ടി. c 0, b എന്ത് കിട്ടി? -1, d is equal to 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈസി ആയിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം നോക്കാം. ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഇന്റഗ്രൽ x സ്ക്വയർ ax പ്ലസ് b ആണ് അല്ലേ. ax പ്ലസ് b ബൈ x സ്ക്വയർ പ്ലസ് 1 പ്ലസ് cx പ്ലസ് d ബൈ 3x സ്ക്വയർ പ്ലസ് 4 dx. ഇപ്പോൾ a യുടെ b യുടെ c യുടെ ഒക്കെ വാല്യൂ കൊടുക്കാം. a വാല്യൂ 0 ആണ്. b എത്രയായിരുന്നു? -1 ബൈ x സ്ക്വയർ പ്ലസ് 1 dx. ആദ്യത്തെ ടേമിന് എടുത്തു. രണ്ടാമത്തെ ടേം എന്താണ്? പ്ലസ് രണ്ടാമത്തെ c ക്ക് പകരം എന്ത് കൊടുത്തു? c 0 ആണ്. d എത്രയാണ്? 4 ആണ്. 4 ബൈ 3x സ്ക്വയർ പ്ലസ് 4 dx. രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. രണ്ട് ടേം ആയിട്ട് തിരിച്ചു വെച്ചു. -1 ബൈ x സ്ക്വയർ പ്ലസ് 1 dx പ്ലസ് 4 ബൈ 3x സ്ക്വയർ പ്ലസ് 4. ഇനി എന്ത് ചെയ്യാം? മൈനസ് പുറത്തെടുത്തപ്പോൾ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വന്നു. ഇവിടെ നമുക്ക് 4 പുറത്തെടുത്തു. പിന്നെ ഞാൻ 3യും കൂടി അങ്ങോട്ട് പുറത്തെടുത്തു. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 4/3. 4/3 നമുക്ക് എങ്ങനെ എഴുതാം? 4/3നെ 2/√3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ കിട്ടുന്നേ? മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. കാരണം 1/1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇവിടെ എന്താണ്? 4/3 ഇൻറ്റു 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ dx ന്റെ ഫോർമുല എന്താണ്? 1/a ടാൻ ഇൻവേഴ്സ് x ബൈ a. അപ്പൊ ഇവിടെ എന്ത് വരും? 4/3 ഇൻറ്റു 1/a എന്ന് പറഞ്ഞാൽ എന്താണ്? 2/√3 1/a ടാൻ ഇൻവേഴ്സ് x by a. x by a എന്ന് പറഞ്ഞാൽ എന്താണ്? x ഡിവൈഡഡ് ബൈ a. എന്താണ്? 2/√3. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. ആൻസർ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരും. ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ 4/3 ഇൻറ്റു 2/√3 അല്ലെ. ഈ 4ഉം 2 കൊണ്ട് കെട്ടുകളയാം. 2 വരും. അപ്പൊ √3 മുകളിലോട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് വരും? 2√3 അല്ലെ. അപ്പൊ ഇവിടെ 2/3 ഇൻറ്റു 1/√3. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ പ്ലസ് 2√3/3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2/√3. ഇനി അതിന് ഒന്നും കൂടി ചെയ്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഈ √3 3 വെട്ടി കഴിയുമ്പോൾ 2/√3 √3 3 വെട്ടി കഴിയുമ്പോൾ 2/√3 ടാൻ ഇൻവേഴ്സ് ഈ √3 മുകളിലോട്ട് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് √3x/2 പ്ലസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. കണ്ടോ? മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2/√3 ടാൻ ഇൻവേഴ്സ് √3/2 എക്സ് പ്ലസ് എന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നത്. ഇത് എന്ത് ചോദിച്ചതാണ്? 2022 CBSE എക്സാമിനേഷന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാ ചെയ്തത്? ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ.
ഇന്റഗ്രേഷന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്തപ്പോ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കിട്ടി. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷനിലൂടെ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ സാധിച്ചു. ഫസ്റ്റ് കേസിൽ നമ്മൾ 1/1 + x² എന്നുള്ള ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല എടുത്തു. രണ്ടാമത്തെ ഫോർമുല 1/x² + a² എടുത്തു. 1/a ടാൻ ഇൻവേഴ്സ് x/a എടുത്തു. അവസാനം നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? minus tan inverse x plus 2/√3 tan inverse √3 into x by 2. ഇതാണ് ആൻസർ കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.